ഹലോ ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവിക അരുന്ധതിയുടെ അടുത്തെത്തി തൻ്റെ ഭർത്താവ് നന്ദു എവിടെയാണെന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നു. അരുന്ധതി പറയാണ്, എന്താടി നീ ഇവിടെ വന്ന് നാടകം കളിക്കുകയാണോ? ദേവിക, മേഡം എൻ്റെ മുന്നിൽ ഒരുപാട് അഭിനയിക്കേണ്ട. മേഡം ആരാണെന്നും എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. മേഡത്തിന് എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തോടുള്ള പകയെക്കുറിച്ചും എനിക്കറിയാം. അരുന്ധതി, എന്താ നീ MLA പവറും വെച്ചിട്ട് എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുകയാണോ? ദേവിക, അല്ല മേഡം, ഒരിക്കലുമല്ല. MLA കാറിലല്ലേ ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ അരുന്ധതി മേഡത്തിന്റെ കമ്പനിയിൽ ജോലി ചെയ്ത സാധാരണ ഒരു ജീവനക്കാരിയായിട്ടാണ് ഈ ദേവിക ഇവിടെ എത്തിയിരിക്കുന്നത്. പറയ്, എന്റെ നന്ദു എവിടെ? എനിക്ക് അവനെ വേണം. നിങ്ങളാണ് പഴയ കണക്കും പറഞ്ഞ് അവനെ മാറ്റി വെച്ചിരിക്കുന്നത്. ഇത് കേട്ട അരുന്ധതി പറയാണ്, എല്ലാവരും ചേർന്ന് നന്ദനെ മാറ്റി നാടകം കളിച്ചിട്ട് ഇപ്പോൾ അവിടെ നിന്നും അവനെ കാണാതായിട്ട് എൻ്റെ മുന്നിൽ വന്ന് ചോദ്യം ചോദിക്കുന്നു. നീ ഏത് SP കൊണ്ടുകൊടുത്ത് കേസ് കൊടുത്താലും എനിക്ക് നന്ദനെക്കുറിച്ച് അറിയില്ല. ദേവിക, മേഡം പ്ലീസ്, എനിക്കറിയാം മേഡത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച്. ഒരു മകനെ നഷ്ടപ്പെട്ട അമ്മയാണ് മേഡം. അതിനു പിന്നിൽ നന്ദു ആണെന്നും മേഡത്തിനറിയാം. പക്ഷേ ഇപ്പോൾ നന്ദു എവിടെയാണെന്ന് മേഡം പറയണം. അരുന്ധതി, ദേവിക, എനിക്ക് ഇതിനൊന്നും മറുപടി തരാൻ പറ്റില്ല. ദേവിക, പക്ഷെ ഞാൻ പറയിപ്പിക്കും മേഡം. ഒരിക്കൽ കൂടി ദേവിക ഇങ്ങോട്ട് വരും. അപ്പോൾ മേഡം എല്ലാ സത്യങ്ങളും തുറന്നു പറയേണ്ടി വരും. എണ്ണി ഞാൻ അപ്പോൾ ചോദിക്കും. ദേവിക SP വഴി അന്വേഷണം ശക്തമാക്കിയതിനെക്കുറിച്ച് ഐസക്കും ഇസബെല്ലയും സംസാരിക്കുന്നു. ഇസബെല്ല പറയുന്നു, പാപ്പ, കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഐസക്, അത് തന്നെയല്ലേ ഞാൻ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തു ചെയ്യും പാപ്പ? അരുന്ധതി മേഡം എന്നെ വിളിച്ചിരുന്നു. SP ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചെന്ന് പറഞ്ഞു. അവരെല്ലാ സത്യങ്ങളും തുറന്നു പറയുമോ? അങ്ങനെ പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഞാൻ അരുന്ധതി മേഡത്തെ ചെന്ന് കണ്ട് മൊഴി മാറ്റി പറയാനായിട്ട് പറയാം. ഐസക്, വേണ്ട, അതൊരിക്കലും വേണ്ട. ഇനിയിപ്പോൾ അവരെ നമ്മൾ ഭയന്നിരിക്കുകയാണെന്ന് അറിഞ്ഞാൽ കൂടുതൽ സംശയങ്ങൾക്ക് ഇടവരുത്തും. അതുകൊണ്ട് ഒരിക്കലും നീ ഭയന്നിരിക്കുകയാണെന്ന് വിചാരിക്കരുത്. സ്ട്രോങ് ആയി തന്നെ നിൽക്കൂ. കാര്യങ്ങൾ എന്താകുമെന്ന് നമുക്ക് നോക്കാം. പിന്നെ നന്ദന്റെ കേസിൽ ചോദ്യം ചെയ്യാനായിട്ട് നിന്നെയും കെവിനെയും അടുത്തത് വിളിക്കും. അപ്പോൾ സ്ട്രോങ് ആയിട്ട് വേണം പെരുമാറാൻ. ഇത് കേട്ട് ഇസബെല്ല പറയാണ്, അല്ല പാപ്പ, ഒരു പക്ഷേ ഈ അരുന്ധതി മേഡം സത്യങ്ങളെല്ലാം SP തുറന്നു പറയുകയാണെങ്കിൽ പിന്നീട് എന്താ സംഭവിക്കുക? ഐസക്, അതിനെക്കുറിച്ചൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഈ നന്ദനും ഋഷിയും മാറി നിൽക്കുന്നത് പോലെ എവിടേക്കെങ്കിലും ഒളിവിലൊന്നും പോകാൻ പറ്റില്ലല്ലോ. എന്താ വരുന്നത് വെച്ചാൽ അതങ്ങ് ഫേസ് ചെയ്യാം. മാത്രമല്ല ദേവിക ഒരുപാട് SP പ്രഷർ ചെയ്യുന്നുണ്ട്. അയാൾക്കാണെങ്കിൽ എന്നോട് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. മകനെ ഓർത്ത് കരയുന്ന പ്രഭാവതിയുടെ അരികിലേക്ക് ദേവിക ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന തർക്കമാണ് അടുത്ത രംഗത്തിൽ കാണിക്കുന്നത്. ദേവിക പറയാണ്, അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ, എല്ലാം ശരിയാവും. പ്രഭാവതി, ദേവിക നിർത്ത്. ഇത് കുറെ ദിവസമായി ഞാൻ കേൾക്കുന്നു. എല്ലാവരും ചേർന്ന് ശരിയാകും എന്ന് പറയുന്നു. പക്ഷേ ഒന്നും ശരിയാകുന്ന ലക്ഷണമില്ല. എവിടെ എൻ്റെ മോനെ എവിടെയാ എല്ലാവരും ചേർന്ന് കുരുതിക്ക് കൊടുത്തിരിക്കുന്നത്? വീണ്ടും എൻ്റെ മുന്നിൽ നാടകം കളിക്കല്ലേ? ദേവിക, അമ്മേ, ഒരിക്കലുമല്ല. നാടകം കളിച്ചിരുന്നുവെങ്കിൽ ചേട്ടൻ്റെ വീട്ടിലേക്ക് നന്ദനെ മാറ്റിയിട്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സ് തട്ടിയാ പറയുന്നത്. നന്ദുവിൻ്റെ പിന്നിൽ ആരാണെന്ന് അറിയില്ല അമ്മേ. പ്രഭാവതി, അപ്പോൾ എൻ്റെ മോൻ ജീവനോടെ ഇരിക്കുന്നുണ്ടോടി? നോക്ക്, എല്ലാവരും ചേർന്ന് എൻ്റെ മോനെ രക്ഷിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ കുഴിയിൽ കൊണ്ടുവന്ന് ചാടിച്ചു. അല്ലെങ്കിലും നിസ്സാര കാര്യത്തിനല്ലേടി നീ അവനെ വിട്ടിട്ട് പോയത്? നിനക്ക് അവനോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ നീ അവനോടൊപ്പം നിൽക്കില്ലായിരുന്നോ? ഇപ്പോൾ എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്വന്തം ഭർത്താവിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നത് എന്ന് നീ കാണിച്ചു കൂട്ടുന്നു. ദേവിക, അമ്മേ, അനാവശ്യം പറയരുത്. ഞാൻ അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പ്രഭാവതി, എനിക്ക് നിന്റെ സമാധാനം കേൾക്കണ്ടെങ്കിലോ? അല്ലെങ്കിലും നിനക്കിപ്പോൾ ഭയങ്കര അഹങ്കാരമാണ്. അവനെ നിനക്ക് വേണ്ട. നീ അവനെ വിട്ടുകളഞ്ഞു പോയതല്ലേ? ദേവിക, അമ്മേ, സൂക്ഷിച്ച് സംസാരിക്കണം. കാരണം ഇതിനു മുന്നേ നന്ദുവിനെ വിട്ടിട്ട് പോകാനായിട്ട് എനിക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായി. എന്നിട്ട് ഞാൻ പോയില്ലല്ലോ. ഇത് കേട്ട പ്രഭാവതി, ഓ, അപ്പോൾ നിനക്ക് പോണമെന്നുണ്ടായിരുന്നു. നിനക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ഇഷ്ടം. നീ ആ ജീവിതം ആസ്വദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത്. ദേവിക, അങ്ങനെയെങ്കിൽ അങ്ങനെ. പിന്നെ എനിക്കിപ്പോൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കേട്ട പ്രഭാവതി പറയാണ്, നീ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയോ? ദേവിക, അമ്മേ, ഞാൻ അമ്മയുടെ മരുമോളാണ്, അല്ലാതെ അടിമയല്ല.
പ്രഭാവതി: ഓ, എങ്കിലൊരു കാര്യം ചെയ്, ഒരു മൈക്കെടുത്ത് നീ പ്രസംഗിക്ക്, നാട്ടുകാരെല്ലാവരും കേൾക്കട്ടെ. ദേവിക: അതിൻ്റെ ഒന്നും ആവശ്യമില്ലമ്മേ, ഇവിടുത്തെ ആളുകളുടെ സ്വഭാവം എന്താണെന്ന് നാട്ടുകാർക്ക് നന്നായിട്ടറിയാം. പ്രഭാവതി: ഓ, അപ്പോൾ നിന്നെ ദ്രോഹിക്കുന്ന അമ്മായിയമ്മയും അമ്മായിയപ്പനും ഒക്കെ ആണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതാണോ നാട്ടുകാർക്ക് അറിയുന്നത്? ഇത് കേട്ട ദേവിക പെട്ടെന്ന് ശാന്തിയായി മാപ്പ് ചോദിക്കുന്നുണ്ട്. ദേവിക: അമ്മേ സോറി, ഞാൻ അറിയാതെ. പ്രഭാവതി: വേണ്ടടി, പറഞ്ഞോ, നിക്ക്, ഇതിന് മറുപടി തന്നിട്ട് പോയാൽ മതി. നീ എന്താ ഉദ്ദേശിച്ചത്? നാട്ടുകാർക്ക് എല്ലാവർക്കും ഞങ്ങൾ അത്രയ്ക്കും ക്രൂരത ചെയ്യുന്ന ആൾക്കാരാണെന്നാണോ അറിയാവുന്നേ? ത്യാഗരാജനെ സംശയിച്ചുകൊണ്ട് അരുന്ധതിയും CP എന്ന വ്യക്തിയെ വിളിക്കുന്നതാണ് അടുത്ത രംഗത്തിൽ കാണിക്കുന്നത്. അരുന്ധതി പറയാണ്: CP, നമ്മളിപ്പോൾ ചാന്തുരുത്ത് വീട്ടുകാരെയാണ് ഋഷിയുടെയും നന്ദന്റെയും ഒക്കെ മിസ്സിങ്ങിന് പിന്നിൽ സംശയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്കിപ്പോൾ മറ്റൊരാളുടെ മുഖം കൂടി ഓർമ്മയിൽ വരുന്നു. നമ്മൾ ആ പേര് മറന്നുപോയതാണ്. CP, മേഡം എന്താ ഉദ്ദേശിക്കുന്നത്? ആരെയാ മേഡത്തിന് സംശയം? അരുന്ധതി: അത് എനിക്ക് ആ ത്യാഗരാജനെ എന്നോട് ഋഷിയോടൊക്കെ ദേഷ്യമുള്ള കാര്യം തനിക്കറിയാമല്ലോ. അയാൾ മുംബൈയിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് ഇതുവരെയും ഒരു വിവരവുമില്ല. 1-2 ദിവസത്തിലല്ലേ അയാൾ പോയത്. പിന്നീട് അയാൾ എവിടെയാണ് എന്താണെന്നൊന്നും ആരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതൊന്ന് അന്വേഷിക്കണം. CP: ശരി മേഡം, ത്യാഗരാജന്റെ നീക്കങ്ങൾ വളരെ കൃത്യമായി തന്നെ അന്വേഷിക്കാം. അവർ ഋഷിയെ കടത്തിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്യാം. മേഡം ഫോൺ വെച്ചാൽ ഉടനെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നീക്കം ചെയ്തിരിക്കും. അമ്മായിയമ്മയുമായുള്ള വായിക്കിനു ശേഷം പുറത്തേക്ക് വരുന്ന ദേവിക അച്ഛനെ കാണുന്നു. ദേവിക അച്ഛനോടായി പറയുകയാണ്: അച്ഛാ, അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നോ? സിദ്ധു: ആ മോളെ, ഞാനിവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ അകത്ത് സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. ദേവിക: അത് പിന്നെ അമ്മ ഓരോന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി. സിദ്ധു: അറിയാം മോളെ, പ്രഭയുടെ സംസാരം കേട്ടാൽ ആർക്കായാലും നിയന്ത്രണം വിട്ടുപോകും. പിന്നെ അവളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാലും കുറ്റം പറയാനായിട്ട് കഴിയില്ലല്ലോ. കാരണം അവൾ നൊന്ത് പ്രസവിച്ച മകനെയല്ലേ കാണാതായിരിക്കുന്നത്. അപ്പോൾ പിന്നെ എല്ലാവരുടെയും കുറ്റങ്ങൾ ഏറ്റെടുത്ത് പറഞ്ഞ് അവൾക്ക് ദേഷ്യപ്പെടാനല്ലേ കഴിയുള്ളൂ. നമ്മളത് കേൾക്കാനും ബോധ്യസ്ഥരാണല്ലോ. ദേവിക: അതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ പെട്ടെന്ന് നിയന്ത്രണം വിട്ടു പോയതാ. അച്ഛൻ എന്നോട് മാപ്പാക്കണം. സിദ്ധു: ഏയ് സാരമില്ല മോളെ, മോളുടെ ഭാഗത്ത് ചിന്തിച്ചാലും ന്യായമുള്ള കാര്യം തന്നെയല്ലേ. എന്തായാലും ഇപ്പോൾ എല്ലാവരും പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ്. മോൾ വിഷമിക്കേണ്ട. എന്താ മോളുടെ അടുത്ത തീരുമാനം? ദേവിക: അച്ഛാ, ഞാൻ SP ഓഫീസിലേക്ക് പോകാൻ പോവുകയാണ്. നാളെ ഞാൻ എന്തായാലും ഇങ്ങോട്ട് വരാം. പിന്നെ നമുക്ക് നോക്കാം അച്ഛാ, നന്ദുവിനെ നമുക്ക് എവിടെയെങ്കിലും കണ്ടെത്താം. സിദ്ധു: മോളെ, എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ? ദേവിക: അച്ഛാ, അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ധൈര്യത്തോടെ ഇരിക്കും. പ്രകാശിന്റെ തടവറയിൽ കഴിയുന്ന നന്ദൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. നന്ദൻ പറയാണ്: എന്നെ വിട്ടേക്ക്, എന്നെ പുറത്തു പോകാനെങ്കിലും ഒന്ന് സമ്മതിക്ക്. ഗുണ്ടകൾ: സാറിന് അറിയാലോ, പ്രകാശ് സാർ പറഞ്ഞത് ഇവിടെ നിന്നും പുറത്തു പോകാനായിട്ട് പറ്റില്ലെന്നാണ്. സാറിന്റെ രക്തം ദാഹിക്കുന്ന ഒരുപാട് പേർ പുറത്തുണ്ട്. ദേ നോക്ക്, ഞങ്ങൾ മട്ടനും നെയ്ച്ചോറും പൊറോട്ടയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സാർക്ക് എന്താ വേണ്ടത് എന്ന് വെച്ചാൽ എടുത്തു കഴിക്കും. ഒരു കുറവും വരുത്തരുത് എന്നല്ലേ പ്രകാശ് സാർ പറഞ്ഞിരിക്കുന്നത്. നന്ദൻ: എനിക്കൊന്നും വേണ്ട, എനിക്കിവിടെ കിടന്ന് ശ്വാസം മുട്ടുന്നു. ഞാൻ എൻ്റെ വീട്ടുകാരുടെ അടുത്ത് പോയി പറഞ്ഞോളാം പ്രകാശിന്റെ നന്മയെക്കുറിച്ച്. ഈ സമയം പ്രകാശ് അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. പ്രകാശ് പറയാണ്: ഏയ് നന്ദൻ, എന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ? നന്ദൻ: പ്രകാശ് പ്ലീസ്, എല്ലാവരും എന്നെ കാണാതെ വിഷമിച്ചിരിക്കുകയാണ്. പ്ലീസ് എന്നെ ഒന്ന് വിട്ടേക്ക്. പ്രകാശ്: ദേ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എനിക്കും പല പ്ലാനിങ്ങുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് മാത്രം നീ അറിഞ്ഞാൽ മതി. ബാക്കിയൊക്കെ 2 ദിവസം കഴിയട്ടെ, അതിനുശേഷം പറയാം. നന്ദൻ: പ്രകാശ്, എന്താ ഇതിനു പിന്നിലുള്ള സത്യം? നീ എന്നോട് തുറന്നു പറയും. പ്രകാശ്: ഏയ് നന്ദൻ, കൂൾ ഡൗൺ, നീ ഭക്ഷണം കഴിക്ക്. പ്രകാശ് പോയതിനു ശേഷം നന്ദൻ ഗുണ്ടകളോട് ചോദിക്കുന്നു. പ്രകാശ് എന്തോ ഒളിക്കുന്നുണ്ട്. സത്യം പറയും, പ്രകാശ് പരോളിൽ ഇറങ്ങിയത് തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും സംഭവിച്ചതാണോ? ഗുണ്ടകൾ: അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്കറിയില്ല സാർ. എന്തായാലും സാറിനെ നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞു. നന്ദൻ: എന്നിട്ടാണോ നിങ്ങൾ ആദ്യം എന്നെ ഉപദ്രവിച്ചത്? സാർ, അത് പ്രകാശ് സാർ പറഞ്ഞല്ലോ ഓരോ രീതികളാണെന്ന്. സാർ അതങ്ങടങ്ങും. എന്തായാലും എല്ലാ സമയത്തിനും പ്രകാശ് സാർ ചെയ്തോളും എന്ന് പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.